എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ഇക്കണോമിക്സ് ആണ്. നമ്മൾ 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ 3ാമത്തെ ചാപ്റ്ററാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1991 ശേഷം 1990 വരെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. 90 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിതി എന്തായിരുന്നു? 90 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ വളരെ വേഴ്സായിട്ടുള്ളൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതായത് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതിനെ സ്വാധീനിക്കുന്ന സാമ്പത്തിക ഘടകങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയമായ ഘടകങ്ങളും ഉണ്ടായിരുന്നു. സാമ്പത്തിക ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് ആ സമയത്ത്, അതായത് 90 കാലഘട്ടത്തിൽ ഗൾഫ് വാർ ഉണ്ടായിരുന്നു. ഗൾഫ് വാർ ഉണ്ടായിരുന്ന സമയത്ത് ഗൾഫ് കൺട്രീസ് ആയിരുന്നു പ്രധാനമായിട്ടും, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും പെട്രോളിയം, എണ്ണ ഉൽപ്പന്നങ്ങളൊക്കെ കയറ്റുമതി ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അവിടെ നിന്നാണ് പെട്രോളിയം ഓയിലൊക്കെ, എണ്ണ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഗൾഫ് വാറിൻ്റെ സമയത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വളരെയേറെ വർദ്ധിച്ചത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വളരെയേറെ ദോഷകരമായി ബാധിച്ചു. കാരണം ഒരുപാട് പൈസ പെട്രോളിയത്തിന് ഇറക്കുമതിക്ക് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടതായിട്ട് വന്നു. അതേപോലെ തന്നെ ഇന്ത്യയിലെ കയറ്റുമതി കുറയുകയും ഇറക്കുമതി വർദ്ധിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ്, അതായത് ഇറക്കുമതി കൂടുമ്പോൾ കൂടുതൽ പൈസ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഒരവസ്ഥ. അപ്പോൾ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ക്രൈസിസ് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അത് വഴിതെളിച്ചു. അതേപോലെ തന്നെ എസൻഷ്യൽ കമ്മോഡിറ്റീസിൻ്റെ, നമ്മുടെ അവശ്യ വസ്തുക്കളുടെ വില വളരെയേറെ ഉയർന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ദോഷകരമായി ബാധിച്ചു. അതിനാൽ തന്നെ വിലക്കയറ്റം ഉണ്ടായത് സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൽ വളരെയേറെ കുറവ് വന്നു. അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ വരുമാനം വളരെയേറെ കുറഞ്ഞു. ഇതൊക്കെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1990-91 കാലഘട്ടത്തിൽ വളരെ ദോഷകരമായി ബാധിച്ച കാര്യങ്ങളാണ്. ഇത് മൂലം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഈ ഒരവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തേണ്ട ഒരു കണ്ടീഷനായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, രാഷ്ട്രീയപരമായിട്ട് വളരെ അസ്ഥിരമായിട്ടുള്ള ഒരവസ്ഥയായിരുന്നു. നമുക്കറിയാം 91 കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധി മരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തൊരു കാലഘട്ടമാണ്. അതിനുശേഷം നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്നൊരു കണ്ടീഷനായിരുന്നു, അല്ലേ? അപ്പോൾ ഈ സമയത്തൊക്കെ വളരെയേറെ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ സാമ്പത്തികപരമായിട്ടും ഇന്ത്യയുടെ അവസ്ഥ വളരെയേറെ പരിതാപകരമായൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഇന്ത്യ ലോക ബാങ്കിനെയും IMFനെയും ഒക്കെ സമീപിച്ചു. അപ്പോൾ ലോക ബാങ്കും IMF ഒക്കെ ഇന്ത്യയോട് സജസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇന്ത്യയോട് പറഞ്ഞത്, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, അതുപോലെ തന്നെ ഉദാരവൽക്കരണ നയങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കിയാൽ മാത്രമാണ് ഇന്ത്യക്ക് കടം തരികയുള്ളൂ എന്നുള്ള ഒരു വ്യവസ്ഥ IMFും വേൾഡ് ബാങ്കും മുന്നോട്ട് വെച്ചു. ഇതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലെ ഇക്കണോമിസ്റ്റുകൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണാധിപന്മാർ, അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധന്മാരെല്ലാവരും തീരുമാനിച്ചു ഈ നയം ഇവിടെ ആസൂത്രണം ചെയ്യാം എന്ന്. അതിൻ്റെ ഫലമായിട്ട് അന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന, ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആണ് ഈ 3 ടൂളുകളും, അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണ നടപടികൾ ഇന്ത്യയിൽ നടപ്പാക്കുന്നത്. ഇനി എന്താണ് ഉദാരവൽക്കരണം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഈ നയങ്ങൾ നടപ്പാക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അല്ലേ? അതേപോലെ തന്നെ വരുന്നതാണ് ഈ 3 ടൂളുകൾ ഏതൊക്കെയാണ്, ഈ 3 നയങ്ങൾ ഏതൊക്കെയാണ്. അതിലൊന്നാമത്തേത് ഉദാരവൽക്കരണം, രണ്ടാമത്തേത് സ്വകാര്യവൽക്കരണം, മൂന്നാമത്തേത് ആഗോളവൽക്കരണം. എന്താണ് ഉദാരവൽക്കരണം? ഉദാരവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനാവശ്യമായ നിയന്ത്രണങ്ങളിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കുക, അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ ഒഴിവാക്കുക. അതാണ് ഉദാരവൽക്കരണം. അത് വ്യവസായ മേഖലയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്, അതുപോലെ ധനകാര്യ മേഖലയിൽ എങ്ങനെയാണ്, നികുതി മേഖലയിൽ എങ്ങനെയാണ്, അതുപോലെ വിദേശ നാണയത്തിലും വ്യാപാര നിക്ഷേപത്തിലും ഒക്കെ എങ്ങനെയാണ് ഉദാരവൽക്കരണ നയം നടപ്പാക്കിയത്. അത് നമുക്ക്
അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വ്യവസായ രംഗത്ത്, വ്യവസായം നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ ഒരുപാട് നൂലാമാലകളുണ്ട് അല്ലേ. ലൈസൻസിങ്, അങ്ങനെ കുറേ പേപ്പർ വർക്ക് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും, സാധാരണക്കാരായ ആൾക്കാർ പലപ്പോഴും സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങാനായിട്ട് മടിയുള്ളത് കൊണ്ടും പലപ്പോഴും ഇത് കിട്ടാനായിട്ട് വൈകുന്നത് കൊണ്ടും അവരിങ്ങനെ ഒരു വ്യവസായ സംരംഭം അല്ലെങ്കിൽ ഒരു ബിസിനസ് ആശയം നടപ്പാക്കാനായിട്ട് അവർ പലപ്പോഴും ശ്രമിക്കാറില്ല. അപ്പോൾ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ വളരെയേറെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു നയം, അതായത് ലൈസൻസിങ് വേണം, അതിന് ഒരുപാട് നൂലാമാലകളുള്ള ആ ഒരു നയം അവരെ ഇല്ലാതാക്കി. ഈ ഉദാരവൽക്കരണ നയം കൊണ്ടുവന്നതോടുകൂടി ലൈസൻസിങ്, വ്യവസായ മേഖലയിലെ ലൈസൻസിങ് സമ്പ്രദായത്തിന് ആവശ്യമായിട്ടുള്ള നൂലാമാലകളെല്ലാം ഇല്ലാതാക്കുകയും പൊതുമേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കുമായിട്ട് ചില ഉൽപ്പന്നങ്ങൾ വേർതിരിക്കപ്പെട്ടു. പൊതുമേഖലയ്ക്ക് ഇത്രയും വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയ്ക്ക് ഇത്രയും വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ രണ്ടും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സംവിധാനം നിലവിൽ വന്നു. അതുപോലെ തന്നെ വില നിശ്ചയിക്കുന്നതിനും വിതരണത്തിനും നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്നു, അതൊക്കെ ഇല്ലാതാക്കി. ഇങ്ങനെ ഉദാരവൽക്കരണ നയത്തിലൂടെ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഒരു നയം ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതാണ് വ്യവസായ രംഗത്തുണ്ടായ മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട്, അപ്പോൾ അത് എക്സാമിൽ ചോദിക്കൂട്ടോ, ഉദാരവൽക്കരണ നയം വ്യവസായ രംഗത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്. അതുപോലെ തന്നെ വരുന്നതാണ് ധനകാര്യ മേഖലയിൽ. നമുക്കറിയാം, ഇന്ത്യയുടെ ധനകാര്യ മേഖലയെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഓരോ ധനകാര്യ മേഖലയും, എല്ലാ വാണിജ്യ ബാങ്കുകളും ഒക്കെ വരുന്നത് അവിടെയാണ്. ഇപ്പോൾ പലിശ നിരക്ക്, വായ്പ നിരക്ക്, വായ്പ കൊടുക്കുന്നതിൻ്റെ അളവ്, പലിശയുടെ അളവ്, ഇതൊക്കെ നിശ്ചയിക്കുന്നത് ഏതാണ്? RBI ആണ്. അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ പലിശ നിരക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കൂടി ലോണ് ആളുകൾ വാങ്ങിക്കാനായിട്ട് തയ്യാറാവും. അപ്പോൾ ആ ലോൺ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഉൽപ്പാദന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ പലിശ നിരക്ക് കുറച്ച് കൂടുതൽ വായ്പ കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഈ ഉദാരവൽക്കരണ നയത്തിലൂടെ വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാനായിട്ട്, ഇത്രയും നേരം ഉണ്ടായിരുന്ന സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് സാധിച്ചു. ദെൻ മൂന്നാമത്തേതാണ് നികുതി മേഖലയിൽ. നികുതി മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉദാരവൽക്കരണ നയത്തിലൂടെ വന്നത്? നികുതി എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, ഒരു കമ്പൽസറി പേയ്മെൻ്റ് ആണ്. ഗവൺമെൻറ് ജനങ്ങളിലേക്ക് ചുമത്തുന്ന ഒരു നിർബന്ധിത രീതിയാണ്, അല്ലെങ്കിൽ നിർബന്ധിത പണപ്പിരിവാണെന്ന് വേണമെങ്കിൽ പറയാം നികുതി എന്ന് പറയുന്നത്. അത് നികുതി കൊടുക്കുന്ന വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റും ഇല്ലാതെ നിർബന്ധമായിട്ട് കൊടുക്കാനായിട്ട് ഓരോ വ്യക്തികളും തയ്യാറാകണം. അതാണ് നികുതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. കമ്പൽസറി പേയ്മെൻ്റ് ആണ്. ഇതിന് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്, പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും രണ്ട് നികുതികളുണ്ട്. പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് ഏത് വ്യക്തിയിലാണോ ചുമത്തപ്പെടുന്നത് ആ വ്യക്തി തന്നെയാണ് ആ നികുതി അടയ്ക്കേണ്ടത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വരുമാന നികുതി, ഏത് വ്യക്തിയിലാണ് വരുമാന നികുതി ചുമത്തപ്പെടുന്നത് ആ വ്യക്തിയാണ് വരുമാന നികുതി അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ വീട്ടുകരം എന്ന് പറയും, അതും അടയ്ക്കേണ്ടത് ഏത് വ്യക്തിയിലാണ് ചുമത്തപ്പെടുന്നത് അവരായിരിക്കും. അപ്പോൾ പ്രത്യക്ഷ നികുതി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏത് വ്യക്തിയിലാണോ ചുമത്തുന്നത് അയാൾ തന്നെയാണ് ആ നികുതി അടയ്ക്കേണ്ടതും അതിൻ്റെ ഭാരം വരുന്നത് ആ വ്യക്തിയിൽ തന്നെയാണ്. അതാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. പരോക്ഷ നികുതി എന്ന് പറയുന്നത് ചുമത്തപ്പെടുന്ന ഒരു വ്യക്തിയിലായിരിക്കും, പക്ഷേ അത് അടയ്ക്കുന്നത് വേറെ വ്യക്തിയായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിൽ ടാക്സ്, ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നത്, ഇപ്പോൾ ഒരു പേന, ആ പേനയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഉൽപ്പാദകൻ അതിനൊരു നികുതി കൊടുക്കുന്നു. അത് ആരാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർ ഒരു നികുതി കൊടുക്കുന്നു. ആ നികുതി കൂടി കൂട്ടിയിട്ടായിരിക്കും ആ പേനയുടെ വില നിശ്ചയിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഒരു പേനയ്ക്ക്, ഒരു ലെക്സി പേനയ്ക്ക് ഇപ്പോൾ 6 രൂപയാണ് വില അല്ലേ. അതിന് യഥാർത്ഥത്തിൽ 5 രൂപയുടെ പ്രൊഡക്ഷൻ കോസ്റ്റും ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ. ബാക്കിയത്തെ പൈസ എന്താണ്? നികുതിയാണ്. ആ നികുതി ലെക്സി പെൻ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ഉൽപ്പാദകൻ അത് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വില വരുമ്പോൾ 6 രൂപയായിട്ടാണ് വരുന്നത് അല്ലേ. ഇപ്പോൾ ഈ 6 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്ന വ്യക്തി, ഒരു കൺസ്യൂമർ, ഏത് വ്യക്തിയാണോ ആ പേന വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി 6 രൂപയ്ക്കാണ് ആ പേന വാങ്ങിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും, എന്തെന്ന് എഴുതിയിട്ടുണ്ടാവും? ഇൻക്ലൂഡിങ് ഓൾ ടൈപ്പ് ഓഫ് ടാക്സ്, എല്ലാ ടാക്സും ഉൾപ്പെടുത്തിയിട്ടാണ് വരുന്നത്. പക്ഷേ ടാക്സ് വേറെ, അതിൻ്റെ വില വേറെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നില്ല അല്ലേ. നമ്മൾ ഒരുമിച്ച് 6 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ചുമത്തപ്പെടുന്ന വ്യക്തിയല്ല അടയ്ക്കുന്നത്. ആരാണ് അടയ്ക്കുന്നത്? വേറൊരാളായിരിക്കും. ഉൽപ്പാദന സമയത്ത് ഉൽപ്പാദകനാണ് അടയ്ക്കുന്നത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ബേർഡൻ വരുന്നത് അത് വാങ്ങിച്ചു
ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ പരോക്ഷ നികുതി എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും ഒക്കെ കുറയ്ക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉൽപ്പാദനം വർദ്ധിക്കാനായിട്ട് കാരണമാകുന്നു. അപ്പോൾ അത് ഒരു ഉദാരവൽക്കരണ നയത്തിലൂടെ നടപ്പാക്കിയതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു വസ്തു ഉൽപ്പാദിപ്പിച്ചു, ആ വസ്തുവിന് പകുതിയിൽ കൂടുതൽ നികുതിയാണ്, ലാഭം കിട്ടി, ലാഭത്തിൽ പകുതിയിൽ കൂടുതൽ നികുതി കൊടുക്കേണ്ടി വരുന്നു എങ്കിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റ്, അയാളുടെ എഫേർട്ടിന് യാതൊരു തരത്തിലുള്ള ഗുണവും ഇല്ലാതിരിക്കുന്ന അവസ്ഥ വരും. അപ്പോൾ ആരും തന്നെ ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ട് താല്പര്യപ്പെടില്ല, അല്ലേ? അപ്പോൾ ആ ഒരു അവസ്ഥ ഇല്ലാതാക്കി സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാകണം, നല്ല രീതിയിൽ പുരോഗതി ഉണ്ടാകണം, നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടാകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നികുതിയിലും മാറ്റങ്ങൾ, നികുതിയുടെ രീതിയിലും മാറ്റങ്ങൾ, നികുതി കുറച്ചുകൊണ്ട് സാമ്പത്തിക പുരോഗതി നേടാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഉദാരവൽക്കരണ നയം നികുതി മേഖലയിൽ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ വരുന്നതാണ് വിദേശ നാണയം. വിദേശ നാണയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കയറ്റുമതിയും ഇറക്കുമതിയും, കയറ്റുമതി വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്യുക. അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമ്മുടെ കറൻസിയുടെ മൂല്യം കുറച്ച് ഒരുപാട് വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാനായിട്ടും കയറ്റുമതി ചെയ്യാനായിട്ടും ഉള്ള സംരംഭം അല്ലെങ്കിൽ ഒരു സാധ്യത ഉണ്ടാക്കുക. അതാണ് വിദേശ നാണയം എന്ന രംഗത്ത് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു നയം. പിന്നെ വരുന്നതാണ് വ്യാപാരവും നിക്ഷേപവും. ഇറക്കുമതി കയറ്റുമതിയിലുള്ള നിയന്ത്രണങ്ങൾ വളരെയേറെ ലഘൂകരിച്ചു, അതുപോലെ തന്നെ ഇറക്കുമതി ചുങ്കം കുറച്ചു, കയറ്റുമതി ചുങ്കവും ലൈസൻസിങ്ങും നിർത്തലാക്കി. ഇതിലൂടെ വ്യാപാരം വർദ്ധിപ്പിക്കാനും നിക്ഷേപം വർദ്ധിപ്പിക്കാനുമായിട്ട് ഗവൺമെൻറ് തയ്യാറായി. ഇതാണ് ഉദാരവൽക്കരണ നയം. വ്യവസായ രംഗത്തും ധനകാര്യ രംഗത്തും നികുതി രംഗത്തും അതുപോലെ തന്നെ വിദേശ നാണയത്തിലും വ്യാപാര നിക്ഷേപത്തിലും ഒക്കെ ഗവൺമെൻറ് ഉദാരവൽക്കരണ നയം കൊണ്ടുവന്നത്. ഇത് ഓരോന്നും വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും സെപ്പറേറ്റ്. ചിലപ്പോൾ ധനകാര്യ മേഖലയിൽ എങ്ങനെയാണ് ഉദാരവൽക്കരണ നയം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ വ്യവസായ മേഖലയിൽ എങ്ങനെയാണ് ഉദാരവൽക്കരണ നയം കൊണ്ടുവന്നത്, അല്ലെങ്കിൽ നികുതി മേഖലയിൽ എങ്ങനെയാണ് ഉദാരവൽക്കരണ നയം കൊണ്ടുവന്നത് എന്നൊക്കെ സെപ്പറേറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഉദാരവൽക്കരണ നയം മൊത്തത്തിൽ ചോദിക്കാം. ഇങ്ങനെ പല രീതിയിൽ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഇത് പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇനിയും വീഡിയോസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ഇതിനകത്ത് രേഖപ്പെടുത്തുക. ഇനിയും ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.